അവധിക്കാലം പ്രമാണിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഓർത്തു മാർത്തയുടെ ബാല്യകാലം സുന്ദരമാക്കാൻ ചെമ്പരത്തിത്താളി ഉണ്ടാക്കിയാലോന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ താഴെ 1-2 ചെമ്പരത്തി പൂക്കൾ കണ്ടു. അതൊക്കെ ഞാൻ പറിച്ചെടുത്തു. പിന്നെ വേറെ ചെമ്പരത്തിയിൽ പൂക്കളുണ്ട്, പക്ഷേ അതൊക്കെ ഓരോ പൂക്കൾ മാത്രമുള്ളതുകൊണ്ട് ഞാൻ പറിച്ചില്ല. ഇത് ഞങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതീകമാണ് കേട്ടോ. 30 വർഷമായി മാവ് നട്ടിട്ട് ഇതിലാദ്യമായിട്ടാണ് ഒരു മാങ്ങ ഉണ്ടാകുന്നത്. ഈയിടെയായിട്ട് വേറെയും കുറേ പൂക്കളൊക്കെ വീട്ടിൽ നട്ടിട്ടുണ്ട്. മുകളിൽ എന്തോരം ചെമ്പരത്തിയാണ്. ഇനി തോട്ടിയെടുത്ത് പറിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, എടി അപ്പുറത്തെ സൈഡിൽ താഴെ നിറയെ പൂക്കളുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ 2 കുട്ടികളായതിനു ശേഷം ഞാൻ എന്ത് നോക്കിയാലും കാണാറില്ല. ഞാൻ ഇതൊക്കെ അരിച്ചെടുത്തു, മാർത്തയുടെ തലയിലൊക്കെ തേച്ചു തുടങ്ങി. മാർത്ത ഈ കരയുന്നത് അവളുടെ ലിപ്സ്റ്റിക്ക് പോകുമെന്ന് പറഞ്ഞാണ്. സത്യം പറഞ്ഞാൽ മണ്ണെണ്ണ ഇട്ട് തുടച്ചാൽ പോലും ഈ ലിപ്സ്റ്റിക്ക് പോകത്തില്ല. അതിനാണ് അവൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ലിപ്സ്റ്റിക്ക് പോയില്ല കേട്ടോ.